ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് നിർത്തിയത് സ്റ്റാറ്റിക് ഹെഡ് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ് വെച്ചായിരുന്നു. വി ആർ കണ്ടിന്യൂയിങ് ഫ്രം ദ നമ്മൾ ഡിഫ്യൂസറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഗ്രാജുവലി ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു പാസേജാണ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ സെക്ഷൻ ചെറിയ ഏരിയയും ക്രോസ് സെക്ഷണൽ ഏരിയ ചെറുതും, രണ്ടാമത്തെ സെക്ഷൻ ക്രോസ് സെക്ഷണൽ ഏരിയ വലുതുമായിട്ടുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം കറക്റ്റായിട്ട് നോക്കുക. യെസ്, അപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷനാണ്, വലിയ ഏരിയ, ഇത് ചെറിയ ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. വി ആർ അപ്ലൈയിങ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഓൺ സെഷൻ 1 and 2. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റിക്കും ടോട്ടൽ ഹെഡ് വാല്യൂസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിക്കൊള്ളണേ. അപ്പോൾ അതിനകത്ത് SF ഈ ഇക്വേഷൻ അറിയാം നമുക്ക്. H1 എൻതാൽപ്പി H1 പ്ലസ് C1²/2 പ്ലസ് GZ1 പ്ലസ് Q, അത് ഒന്നാമത്തെ സെഷനിലുള്ളത്, വിൽ ബി ഈക്വൽ ടു H2 പ്ലസ് C2²/2 പ്ലസ് GZ2 പ്ലസ് W. അപ്പോൾ Q എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫറും W എന്ന് പറയുന്നത് വർക്ക് ട്രാൻസ്ഫറും C1 എന്ന് പറയുന്നത് ഇൻലെറ്റ് വെലോസിറ്റിയും, മറ്റത് അതായത് ഒന്നാമത്തെ സെഷനിലുള്ള ഇൻലെറ്റ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സെഷനിലുള്ള വെലോസിറ്റിയും, C2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെഷനിലുള്ള വെലോസിറ്റിയും, H1 എന്ന് പറയുന്നത് ഒന്നാമത്തെ സെഷനിലുള്ള എൻതാൽപ്പി, H2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെഷനിലുള്ള എൻതാൽപ്പി. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. Z എന്ന് പറയുന്നത് ഡേറ്റം ഹെഡ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം Z1ഉം Z2ഉം ഇവിടെ സെയിം ആണ്, ഒരേ ലൈനിൽ വരുന്നതാണ്. ഡേറ്റം ഹെഡ് സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് ഓൾസോ നമുക്ക് Qയും Wയും 0 ആണ്. If there is no external heat and work transfer, then Q is equal to W is equal to 0. Both are 0. So what will be our equation? It can be modified to H1 plus C1²/2. Again, this term is also 0. GZ1 and GZ2 is also 0. So finally, we can come to this the equation, that is H1 plus C1²/2 is equal to H2 plus C2²/2. Okay. That is, we can say that for this section, ഇങ്ങനെയുള്ള ഒരു സെക്ഷനകത്ത് H plus C²/2 is a constant. അതായത് എൻതാൽപ്പി പ്ലസ് വെലോസിറ്റി square/2 is a constant. Again, enthalpy can be written as Cp into T. Cp into T, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളതാണ്. അപ്പം സ്പെസിഫിക് ഹീറ്റിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ Cp into T ആണ് എന്ത്? എൻതാൽപ്പി. അപ്പോൾ Cp into T plus C²/2 is equal to constant. And ഇവിടെ H can be written as Cp into T. അതായത് Hന് പകരം H plus C²/2 എന്നുള്ളതല്ലേ, അതിനകത്ത് Hന് പകരം നമ്മൾ Cp into T എന്ന് എഴുതാം. Cp എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, എൻതാൽപ്പിയുടെ ഇക്വേഷനാണ്. അതായത് നമുക്കറിയാം Q is equal to mCp ΔT എന്ന് പറയാം. അപ്പോൾ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ Cp into T എന്നാണ് വരുന്നത്. സോ T ഈസ് കോൾഡ് ദ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. ഇവിടുത്തെ T വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ടെമ്പറേച്ചറാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ? സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ്സ് ദ ടെമ്പറേച്ചർ മെഷേർഡ് ബൈ യൂസിങ് എ തെർമോമീറ്റർ വിച്ച് ഈസ് മൂവിങ് വിത്ത് അലോങ് വിത്ത് ദ എയർ. അതായത് ആ മൂവ് ചെയ്യുന്ന എയർ, നമ്മളിപ്പോൾ ഒന്നാമത്തെ സെഷനിൽ നിന്ന് രണ്ടാമത്തെ സെഷനിലേക്ക് എയർ ഇങ്ങനെ ബ്ലോ ചെയ്യുന്നുണ്ടല്ലോ, ആ മൂവ് ചെയ്യുന്ന എയറിൻ്റെ കൂടെ നമ്മൾ തെർമോമീറ്റർ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് static temperature is the temperature measured by a thermometer which is moving along with the air, അല്ലെങ്കിൽ which is moving with the air velocity c. തെർമോമീറ്റർ c വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് എന്ത്? സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. that is where T is called the static temperature. Static temperature of the air is measured by the thermometer when the thermometer is moving with the air velocity c. If the moving air with kinetic energy is brought to rest, അതായത് ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസ് പറയാൻ വേണം. അതായത് ഇപ്പോൾ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ടെമ്പറേച്ചറാണ് T എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്ന എയറിനെ നമ്മൾ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇഫ് ദ മൂവിങ് എയർ വിത്ത് കൈനറ്റിക് എനർജി ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്, നമ്മളതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം ഒന്നാമത്തെ സെഷനിൽ രണ്ടാമത്തെ സെഷനിലേക്ക് എയർ ഫ്ലോ ചെയ്യുകയാണ് അല്ലേ, ഡിഫ്യൂസർ. നമുക്ക് ഇമ്പല്ലറിൽ നിന്ന് വരുന്ന എയർ ഡിഫ്യൂസർ വഴി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഇവിടെ എയർ മൂവിങ് ആണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന എയറിനെ നമ്മൾ റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് വിത്തൗട്ട് ടേക്കിംഗ് എനി വർക്ക് ഫ്രം എയർ. അതിനകത്ത് എയറിൽ നിന്ന് വർക്കൊന്നും എടുക്കാതെ, വേറെ ഒന്നിനും വർക്ക് എടുക്കാതെ കംപ്ലീറ്റ് ആയിട്ട് എയറിനെ നമ്മൾ പെട്ടെന്ന് റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറും? ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അതായത് then the kinetic energy is converted into heat energy, increasing the pressure and temperature of the air. അതായത് അവിടെ നമ്മളിങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിഫ്യൂസർ കൂടെ ഇങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന എയറിനെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ ആ മൂവ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്ത് റെസ്റ്റിലേക്ക് കൊണ്ടുവന്നു.
അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നമ്മളൊരു കണ്ടീഷനായിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നതാണ്. അങ്ങനെ കൊണ്ടുവരുന്നില്ല, പക്ഷെ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കൊണ്ടുവരുന്ന എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും കൂടും. കാരണം എന്തുവാണ്? കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്ത് മാറി? പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരുന്ന മൂവ് ചെയ്യാനുള്ള ആ എനർജിയെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ നിൽക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതായത് അത്രയും നേരം മൂവ് ചെയ്തുകൊണ്ടിരുന്നതിനെക്കാട്ടിലും കൂടുതൽ ടെമ്പറേച്ചറും പ്രഷറും ആ റെസ്റ്റിലുള്ള എയർ കാണിക്കും. കാരണം കൈനറ്റിക് എനർജിയും കൂടി ടെമ്പറേച്ചറും പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദിസ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് സ്റ്റാഗ്നേഷൻ ഓർ ടോട്ടൽ ഹെഡ് ടെമ്പറേച്ചർ ഓർ ടോട്ടൽ ഹെഡ് പ്രഷർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷറിനെയും ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷനും രണ്ട് ഹെഡ് ഇതാണ് പറയുന്നത്. അതായത് സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ്. സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ് എന്ന് പറയുന്ന ഹെഡിങ് അതാണ് പറയുന്നത്. അതായത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേംസ്. സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഈ 1 to 2 സെക്ഷനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊരു അതിൻ്റെ എയറിൻ്റെ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു തെർമോമീറ്റർ വെച്ച് റീഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ റീഡ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തെർമോമീറ്ററും ഈ എയറിൻ്റെ കൂടെ ഇങ്ങനെ എയറിൻ്റെ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. ഇനി സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ് ചെയ്യുന്ന എയറിനെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു? റെസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്നിട്ട് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. എന്നിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറും പ്രഷറുമാണ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ. റെസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എടുക്കുന്ന ടെമ്പറേച്ചറും പ്രഷറുമാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ. അതിനെ തന്നെയാണ് ടോട്ടൽ ഹെഡ് പ്രഷർ എന്നും ടോട്ടൽ ഹെഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിനും പ്രഷറിനെയാണ് ടോട്ടൽ ഹെഡ് പ്രഷർ എന്നും ടോട്ടൽ ഹെഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലിയർ ആയോ സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ് എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് CP T0 + C²/2 = കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഓക്കെ, CPT + C²/2 = കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ CPT0 + C²/2 = കോൺസ്റ്റന്റ് എന്ന് എഴുതാം. നെക്സ്റ്റ്, അതായത് സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ വരുമ്പോൾ എന്ത് പറ്റും? കാരണം സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ നമുക്ക് CPT + C²/2 = CPT0 + C²/2 എന്നുള്ളതാണ്. പക്ഷേ സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ വെലോസിറ്റി ഉണ്ടോ? റെസ്റ്റിൽ കൊണ്ടുവരികയില്ലേ? നമ്മൾ എയറിൻ്റെ റെസ്റ്റിൽ കൊണ്ടുവരികയില്ലേ? യഥാർത്ഥത്തിൽ എന്താണ്? CPT + C²/2 = കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു CPT0 + C²/2. പക്ഷേ ഇവിടെ C² എങ്ങനെ പോയി? കാരണം ആ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എയർ എന്തിലാണ്? റെസ്റ്റിലാണ്. എയറിന് മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായി? CPT + C²/2 = CPT0. ഇവിടുത്തെ എന്തായി? വെലോസിറ്റി 0 ആയതുകൊണ്ട് നമ്മളത് C എടുത്തില്ല. ഇവിടുത്തെ +C²/2 എന്നുള്ള ടേം കൂടി വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ C ഓൾറെഡി നമ്മൾ സ്റ്റാഗ്നേഷൻ റെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. സ്റ്റാഗ്നേഷൻ ആയതുകൊണ്ട് എയർ റെസ്റ്റിലാണ്. അപ്പം C 0 ആണ്. അപ്പോൾ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. C 0 ആയതുകൊണ്ട് C 0 ആയിപ്പോയി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CPT0 = എന്തെന്ന് എഴുതാം? CPT + C²/2. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു? C² കണ്ടുപിടിച്ചു. C² = CPT0 - CPT0 - CPT. അതായത് CPTയെ ഇപ്പോൾ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ C²/2 = CPT0 - CPT. അതിൽ നിന്ന് നമുക്ക് ഓൾറെഡി അറിയാം CPT0 എന്ന് പറയുന്നത് എന്താണ്? H0, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിയാണ് എന്ത്? CPT0. CPT എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എൻതാൽപ്പി. CPT എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എൻതാൽപ്പി. അപ്പോൾ H0 - H എന്ന് പറയുന്നത് C²/2 എന്ന് കിട്ടി. ഓക്കെ, അഗെയിൻ CP കോമൺ എടുത്തു. T0 - T = C²/2 എന്ന് എഴുതാം. അതിനൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്തു? T0 - T എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ - സ്റ്റാറ്റിക് ടെമ്പറേച്ചർ = C²/2 CP. ഈ ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒന്ന് എഴുതി പഠിക്കുക. T0 - T = C²/2 CP. ദെൻ നോട്ട് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റാഗ്നേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മാത്രമാണ്. സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? T0/T = P0/P Γ-1/Γ. ഓക്കെ, ഐസെൻട്രോപിക് ഇക്വേഷനാണ്, ഡയബറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ T0/T = P0/P Γ-1/Γ. ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് T0
ബൈ ടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ. T0യും ടി ഇതിൽ നിന്ന് ഈ ഇക്വേഷൻസും സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഈ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഫ്രം ദിസ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ വാല്യൂസ് എന്താണെന്നുള്ളത് പറയാം. T0 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, T എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, P0 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ, P എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പ്രഷർ. ക്ലിയർ ആണല്ലോ. ദെൻ കമ്മിങ് ടു ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, അതായത് സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ് എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ വാല്യൂസിനെയാണ് ടോട്ടൽ ഹെഡ് വാല്യൂസ്, റെസ്റ്റിലുള്ള അവസ്ഥയിലുള്ള വാല്യൂസിനെയാണ് ടോട്ടൽ ഹെഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയിലേക്ക് വരുന്നു. But in ideal cases, it is assumed that no losses occur when air flows through the impeller. ഐഡിയൽ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ലോസും ഇല്ല, ഇമ്പല്ലറിൽ ഒരു ലോസും ഇല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? പ്രാക്ടിക്കൽ കേസിൽ എന്തുണ്ട്? ലോസ് ഉണ്ട് അല്ലേ? ഫ്രിക്ഷൻ ലോസസ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കേസാണ്. അപ്പോൾ എങ്ങനെയായാലും അവിടെ ലോസസ് ഉണ്ടാവും. ഇൻ ഐഡിയൽ കേസസ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് നോ ലോസസ് occur when air flows through the impeller. But in actual case, when air flows through the impeller, we are having these ലോസസ്. ഈ ഇത്രയും ലോസസ് അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ലോസ് എന്ന് പറയുന്നത് എന്താ? ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ എയർ ലെയേഴ്സ് ഇൻ മോഷനിലുള്ള എയർ ലെയേഴ്സ്, അതായത് എയർ ലെയർ നമ്മൾ ഉരസിയിട്ടുണ്ടാകുന്ന ഫ്രിക്ഷണൽ ലോസ്. എയർ ഫ്ലോ ചെയ്യല്ലേ, അപ്പോൾ എയർ ഫ്ലോ ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഫ്രിക്ഷണൽ ഫ്ലോസ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് വീണ്ടും റിട്ടാർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ എയർ ലെയേഴ്സ് ഇൻ മോഷൻ. ദെൻ അടുത്ത ലോസ് എന്ന് പറയുന്നത് എന്തായാലും എയർ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പല്ലറിൻ്റെ സർഫസുമായിട്ട് വരുന്നുണ്ട്. അതായത് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഇമ്പല്ലർ ആൻഡ് air, impeller surfaces and air and impeller surfaces. Losses due to friction between air and impeller surface, അത് രണ്ടാമത്തെ ലോസ്. അപ്പോൾ എയർ ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെ സർഫസിൽ വരസി അവിടെ ഉണ്ടാകുന്ന ലോസ്. ദെൻ ഇത് പെട്ടെന്നുള്ള എൻട്രിയിൽ ഉണ്ടാകുന്ന ഷോക്ക്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ലോസ്. ഷോക്ക് അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്, എൻട്രിയിലും എക്സിറ്റിലും ഉണ്ടാകുന്ന ഷോക്ക്. ഓക്കെ, അപ്പോൾ പെട്ടെന്നുള്ള എൻട്രി പെട്ടെന്നുള്ള എക്സിറ്റ് കൊണ്ടുണ്ടാകുന്ന ഷോക്ക്, സർഫസിലായിട്ടുള്ള ഷോക്ക് ഉണ്ടാകുന്നു. ദെൻ ടർബുലൻസ് ഓർ എഡീസ് കോസ്ഡ് ബൈ ദ എയർ, അതായത് എയർ ഉണ്ടാക്കുന്ന ടർബുലൻസും എഡീസ് കറണ്ടിൻ്റെയും അതുകൊണ്ടുണ്ടാകുന്ന ലോസ്. അപ്പോൾ ഇത്രയും ലോസസ് ആണ് നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ ഉണ്ടാകുന്നത്. നമ്മൾ പക്ഷേ ഇമാജിനറി, അതായത് ഐഡിയൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ലോസസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ഡ്യൂ ടു ദീസ് ലോസസ് എൻതാൽപ്പി ഓഫ് ദ എയർ ഇൻക്രീസസ് വിത്തൗട്ട് ഷോയിങ് ആൻഡ് ഇൻക്രീസ് ഇൻ പ്രഷർ. ഈ ലോസസ് കൊണ്ട് എൻതാൽപ്പി കൂടുന്നു, പക്ഷേ പ്രഷർ കൂടുന്നില്ല. ഇങ്ങനെയുള്ള ലോസസ് കൊണ്ട്, ഫ്രിക്ഷണൽ ലോസസ് കൊണ്ട് നമുക്ക് എന്തുണ്ടെന്നു, മൊത്തത്തിലുള്ള എൻതാൽപ്പി കൂടുന്നു, പക്ഷേ അതിൻ്റെ പ്രഷറിനകത്ത് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതായത് വിച്ച് മീൻസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഓർ ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കാരണം നമുക്കറിയാം എൻതാൽപ്പി ഈക്വൽ ടു U + PV എന്നാണ് നമുക്ക് ഇക്വേഷൻ. അപ്പോൾ എൻതാൽപ്പി കൂടുന്നു, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ലോസസ് കൊണ്ട് എൻതാൽപ്പി കൂടുന്നു, പക്ഷേ പ്രഷറിന് ചേഞ്ച് ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് ചേഞ്ച് വരുന്നത്? ഇവിടെ ഇൻറ്റേർണൽ എനർജിക്കല്ലേ ചേഞ്ച് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഓർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇൻറ്റേർണൽ എനർജി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് ഈ ഫ്രിക്ഷണൽ ലോസ് ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഫ്രിക്ഷണൽ ലോസസ് കൊണ്ട് എന്ത് കൂടുന്നു? എൻതാൽപ്പി, പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ എൻതാൽപ്പി കൂടുന്നു വിത്തൗട്ട് ചേഞ്ച് ഇൻ പ്രഷർ. പ്രഷറിനകത്ത് ചേഞ്ച് ഒന്നും വരുന്നില്ല, പക്ഷേ അതിൻ്റെ എൻതാൽപ്പി കൂടുന്നു. അപ്പോൾ പ്രഷറിനകത്ത് ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് പെർ ഇക്വേഷൻ ഓഫ് എൻതാൽപ്പി U + PV എന്നാണ്. അപ്പോൾ പ്രഷറിനകത്ത് ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? വോളിയത്തിനകത്തും ചേഞ്ച് ഇല്ല, പ്രഷറിനകത്തും ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻതാൽപ്പി കൂടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ഇൻറ്റേർണൽ എനർജി കൂടുന്നു, അല്ലെങ്കിൽ ഇക്വേഷൻ ഹോൾഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ടെമ്പറേച്ചർ കൂടുന്നു, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. Thus the actual temperature of the air coming out from the compressor is more than the temperature of the air if it is compressed isentropically. അതായത് ആക്ച്വലി പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്താൽ കിട്ടുന്നത്. ഐസെൻട്രോപ്പിക്കലി നമ്മുടെ ഐഡിയൽ കേസായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു എൻതാൽപ്പി ഫ്രിക്ഷൻ ലോസസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിനെക്കാളും കൂടുതലായിരിക്കും നമ്മൾ പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ആക്ച്വൽ കേസിൽ പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ. Thus actual temperature of the air coming out from the compressor is more than the temperature of the air if it is compressed isentropically. Thus actual work required to produce the same pressure ratio is more due to losses. അപ്പോൾ അത് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ആക്ച്വൽ വർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് സെയിം പ്രഷർ, അതേ പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ലോസസ് വരുന്നുണ്ട്. അതായത് ദിസ് ആക്ച്വൽ വർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് സെയിം പ്രഷർ റേഷ്യോ, അതേ പ്രഷർ റേഷ്യോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ് മോർ കൂടുതലാണ് ഡ്യൂ ടു ലോസസ് ഉണ്ടാകാണ്ട്. സിൻസ് സം എമൗണ്ട് ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ടു ലോസസ്. അതിൻ്റെ ആ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തമ്മിലൊരു ഇതായിട്ടാണ് നമ്മൾ ഐസെൻട്രോപ്പിക്
എഫിഷ്യൻസിയുടെ റേഷ്യോ പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കർവ് വരുന്നത്, ടോട്ടൽ ഹെഡ് ആൻഡ് സ്റ്റാറ്റിക് ഹെഡ് ക്വാണ്ടിറ്റീസ് ഓൺ ടി എസ് ഡയഗ്രാം. ടി എസ് ഡയഗ്രത്തിനകത്ത് നമുക്ക് ആ ഒരു നമ്മളെ സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാറ്റിക് ടെമ്പറേച്ചറും സ്റ്റാറ്റിക് ടെമ്പറേച്ചർ അതിനൊക്കെ തന്നെ സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ നമുക്ക് മൂവിങ് ആയിട്ടുള്ള ഒരു എയറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നതാണ് T1 എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, P1 എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിക് പ്രഷർ. അപ്പോൾ ഇതാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. ഈ ലൈനിൽ പ്രഷർ എല്ലാം സെയിം ആണ്. ഓക്കെ, P1 തന്നെയാണ്. ഈ ലൈനിൽ പ്രഷർ സെയിം തന്നെയായിരിക്കും. ഇത് ടി എസ് ഡയഗ്രാം, ടെമ്പറേച്ചർ വേഴ്സസ് എൻട്രോപ്പി ഡയഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻസ് എന്ന് പറയുന്നത് ഈ കേർവ്സ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് കേർവ്സ്, ഈ പാരലായിട്ട് വരുന്ന കേർവ്സ് ആണ്. ആ കേർവിനകത്ത് എല്ലാ പോയിൻറ്റ്സും സെയിം പ്രഷറായി. ഓക്കെ, അപ്പോൾ ഈ കർവ് എടുക്കാം. ഈ കർവ് എന്ന് പറയുന്നത് പ്രഷർ P1 ആണ്. ഓക്കെ, അവിടെ പ്രഷർ ഇതെന്താണ്, ഇതെന്ത് പ്രഷറാണ്? സ്റ്റാറ്റിക് പ്രഷർ. അതായത് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുമ്പോൾ എയർ മൂവ് ചെയ്യുമ്പോൾ എയറിനുള്ള പ്രഷറാണ് സ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കംപ്രസ് ചെയ്യുന്നത്? ഇവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരുന്നു? T1 ആണ്. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പെർപെൻഡിക്കുലറായിട്ട് പോവുക. കണ്ടോ, നേരെ പെർപെൻഡിക്കുലറായിട്ട് പോയി. അങ്ങനെ പോകുന്നതാണ് നമുക്ക് എന്താണ് ഐസെൻട്രോപ്പിക്കൽ കംപ്രഷൻ എന്ന് പറയുന്നത്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ദെൻ അപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നു, ഇത് കംപ്രസ് ചെയ്യുന്നു. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. അതായത് അതേ സെയിം എയറിനെ നമ്മൾ മൂവ് ചെയ്യുന്ന കണ്ടീഷനിലായിരുന്നു സ്റ്റാറ്റിക് പ്രഷർ വന്നത്. സ്റ്റാഗ്നേഷൻ, അതായത് റെസ്റ്റിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം? P01, അതായത് സ്റ്റാഗ്നേഷൻ പ്രഷർ. P01 എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് എന്താണ്? സ്റ്റാഗ്നേഷൻ പ്രഷർ, ഇൻലെറ്റിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ. അതേ എയറിനെ നമ്മൾ റെസ്റ്റിൽ കൊണ്ടുവന്നതിന് ശേഷമുള്ള പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. അപ്പോൾ അവിടെയുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറാണ് T01. ഓക്കെ, ഈ കർവ് കമ്പയർ ചെയ്ത് പഠിക്കണം. ഇത് T01 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറാണ്, P01 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. അപ്പോൾ അവിടെയുള്ള ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്നും കംപ്രസ് ചെയ്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ T02' വരുന്നു. ഓക്കെ, ഐസെൻട്രോപ്പിക്കലി പെർപെൻഡിക്കുലറായിട്ട് വരുന്നു കംപ്രഷൻ. അപ്പോൾ ഇവിടെ വരുന്ന പ്രഷർ എത്രയാണ്? ഈ ഇവിടുത്തെ കംപ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ഹയർ പ്രഷർ എത്രയാണ്? P02 ആണ്, സ്റ്റാഗ്നേഷൻ പ്രഷർ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാറ്റിക്കിലെ കേസിലുള്ള പ്രഷർ എത്രയായിരുന്നു? P2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യത്യാസം കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാറ്റിക് കണ്ടീഷനിൽ എടുക്കുന്നതും സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ എടുക്കുന്നതുമുള്ള പ്രഷറിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ക്ലിയറായിട്ട് മനസ്സിലാവും. അത് ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അതായത് ഈ കാണിച്ചിരിക്കുന്ന ടേംസ് എന്തൊക്കെയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഇത് ടി എസ് ഡയഗ്രാമാണ്, ടെമ്പറേച്ചർ വേഴ്സസ് എൻട്രോപ്പി ഡയഗ്രാമാണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈൻ എന്താണ് കാണിക്കുന്നത്? കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ലൈനാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ലൈൻ എന്താ കാണിക്കുന്നത്? കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ലൈൻസ്, ഈ കർവ്സ് എല്ലാം കാണിച്ചിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇതും കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ ഇതിനകത്ത് ഈ P1 എന്ന് കാണിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക് പ്രഷറാണ്, ഇൻലെറ്റിലുള്ള സ്റ്റാറ്റിക് പ്രഷർ. നമ്മൾ 1 to 2 സെക്ഷൻ പറഞ്ഞില്ലായിരുന്നു, അവിടെ ഇൻലെറ്റിലുള്ള സ്റ്റാറ്റിക് പ്രഷറാണ്. ദെൻ P01 എന്ന് പറയുന്നത് എന്താണ്? ഇൻലെറ്റിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ വാല്യൂ എപ്പോഴും സ്റ്റാറ്റിക് വാല്യൂവിനെ കുറച്ചുകൂടി ഹയർ ആയിരിക്കും. ദെൻ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? P2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ, സ്റ്റാറ്റിക് പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് 2, രണ്ടാമത്തെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ സെഷൻ. നമ്മൾ 1 to 2 സെഷൻ കാണിച്ചില്ല, ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഡിഫ്യൂസറിൻ്റെ. അപ്പോൾ രണ്ടാമത്തെ സെഷനിലുള്ള പ്രഷറാണ് ഹയർ. കംപ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ഹയർ പ്രഷർ P2 ആണ്, സ്റ്റാറ്റിക് പ്രഷർ. അപ്പോൾ അവിടെ ആ എയറിന് നമ്മൾ റെസ്റ്റിലേക്ക് കിട്ടുന്ന പ്രഷറാണ് എന്ത്? P02. സ്റ്റാഗ്നേഷൻ പ്രഷറാണ് P02. അത് കുറച്ചുകൂടി ഹയർ ആയിരിക്കും, P2-നെക്കാളും കുറച്ചുകൂടി ഹയർ ആയിരിക്കും സ്റ്റാഗ്നേഷൻ പ്രഷർ. ഓക്കെ, അപ്പോൾ അത് കംപ്രസ് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ലൈൻ പെർപെൻഡിക്കുലറായിട്ട് പോകുന്നത്. ഓക്കെ, 1 to 2' ഇവിടെ 01 to 02'. അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാറ്റിക് ടെമ്പറേച്ചറും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ പ്ലോട്ട് മനസ്സിലാക്കുക. ഓക്കെ, thus the actual work required will be always more than the work required if the process was isentropic. അതായത് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് 1 to 2 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏത് രീതിയിൽ ഐസെൻട്രോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയിരുന്നെങ്കിൽ 1 to 2 എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. ഓക്കെ, ഐസെൻട്രോപ്പിക്, അതായത് P1 എന്ന് പറയുന്ന കർവിൽ നിന്നും പ്രഷർ എന്താവണം? P2 എന്ന് പറയുന്ന കർവിലേക്ക് വരേണ്ടതാണ് സ്റ്റാറ്റിക് പ്രഷറിന് വരുന്ന വേരിയേഷൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് T1 നിന്ന് T2' വരേണ്ടത്. പക്ഷേ ഐസെൻട്രോപ്പിക് അല്ല. അപ്പോൾ സ്റ്റാറ്റിക്കിൽ വരുന്ന കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ, സ്റ്റാഗ്നേഷൻ അല്ല, സ്റ്റാറ്റിക്കിൻ്റെ കേസ്. അപ്പോൾ ഐസെൻട്രോപ്പിക് അല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നു കർവ് പോകുന്നത്? ആക്ച്വൽ കംപ്രഷൻ യഥാർത്ഥത്തിൽ ലോസസ് ഉണ്ടായതുകൊണ്ട് ഐസെൻട്രോപ്പിക് ആയിരിക്കില്ല, അത് കർവ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. 1 to 2 എന്ന് പറയുന്ന കർവ് ഫോളോ ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും. അതായത് സ്റ്റാറ്റിക് പ്രഷർ 1 നിന്നും സ്റ്റാറ്റിക് പ്രഷർ 2 പോകുന്ന ഇങ്ങനെയായിരിക്കും, നേരെ പോകില്ല, ഐസെൻട്രോപ്പിക് കംപ്രഷൻ കിട്ടില്ല. സ്റ്റാറ്റിക് പ്രഷർ 2 അച്ചീവ് ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും. ഓക്കെ,
അതിനൊക്കെ സ്റ്റാഗ്നേഷൻ എടുക്കുകയാണെങ്കിൽ 1 to 2 ഡാഷ് എന്ന് പറയുന്ന ഈ രീതിയിലായിരുന്നു 0 1 to 0 1 to 0 2 ഡാഷ് എന്ന് പറയുന്ന ഈ രീതിയിലായിരുന്നു പോകുന്നത്. പക്ഷേ ആക്ച്വൽ കേസിൽ പോകുന്നത് എങ്ങനെയാണ് 1 to 2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്, 0 1 to 0 2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. പ്രഷർ 2 അച്ചീവ് ചെയ്യുന്ന പിസ്റ്റൽ 0 2, സ്റ്റാഗ്നേഷൻ പ്രഷർ 2 അച്ചീവ് ചെയ്യുന്ന ഇങ്ങനെയാണ് സ്റ്റാഗ്നേഷൻ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആക്ച്വൽ കേസ് ആണെങ്കിൽ കറക്റ്റ് ഐസെൻട്രോപ്പിക് ആണെങ്കിൽ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ആക്ച്വൽ കേസിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ ഐസെൻട്രോപ്പിക് ആണെങ്കിൽ അത്രയും വർക്ക് വേണ്ട, കാരണം അവിടെ ലോസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ലോസസ് കുറച്ച് എനർജി ലോസസിന് വേണ്ടി പോയില്ലേ, ഫ്രിക്ഷൻ ലോസസിന് വേണ്ടി പോയില്ല, അപ്പോൾ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കണം. അപ്പോൾ അവിടെ കർവ് വരുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, thus the actual work required will always be more than the work required if the process was isentropic. The isentropic efficiency of centrifugal compressors is defined as the ratio of isentropic compression work to the actual compression work. അതായത് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് വർക്ക് ഡിവൈഡ് ബൈ ആക്ച്വൽ വർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഈ പ്ലോട്ടിനകത്ത് നോക്കുക എന്താണ് ഐസെൻട്രോപ്പിക് വർക്ക് എന്ന് നമുക്ക് ഈ പ്ലോട്ടിനകത്ത് കറക്റ്റ് മനസ്സിലാവും എന്താണെന്നുള്ളത് നോക്കുന്നതാണ്ടേ. സ്റ്റാറ്റിക് എടുക്കുകയാണെങ്കിൽ എന്താണ് CP ഇൻറ്റു T2 ഡാഷ് മൈനസ് T1 ഡാഷ്, CP ഇൻറ്റു T2 ഡാഷ് ഇവിടെയുള്ള ടെമ്പറേച്ചറാണ് T2 ഡാഷ്. ഈ കർവ് എടുക്കുകയാണെങ്കിൽ T2 ഡാഷ് മൈനസ് T1 ആണ് എന്ത് ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ. കണ്ടോ, ഐസെൻട്രോപിക് വർക്ക് ഈസ് CP ഇൻറ്റു T2 ഡാഷ് മൈനസ് T1. ആ പ്ലോട്ടിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് എടുക്കുക, കാരണം അത് പെർപെൻഡിക്കുലറി പോകുന്ന ലൈനാണ്. അപ്പോൾ അവിടുത്തെ 2 പോയിൻറ്റ് നമുക്ക് രണ്ടാമത് അച്ചീവ് ചെയ്ത പ്രഷർ എന്ന് പറഞ്ഞാൽ P2 ആണ്, ആദ്യത്തെ പ്രഷർ P1 ആണ്. P1 നിന്ന് P2 ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, P1 നിന്ന് ഈ കർവ്, ഈ P1 നിന്നും ഈ രണ്ടാമത്തെ കർവ് ഉണ്ടല്ലോ P2ലേക്ക് വന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഈ നേരെ പോകും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ എന്താ T1 ഉം T2 ഡാഷും ആണ്. അപ്പോൾ CP ഇൻറ്റു T2 ഡാഷ് മൈനസ് T1, കാരണം ഹയർ ടെമ്പറേച്ചറാണ് T2 ഡാഷ്, അപ്പോൾ അത് ആദ്യം കൊടുക്കണം. അപ്പോൾ CP ഇൻറ്റു T2 ഡാഷ് മൈനസ് T1. ഈ ആക്ച്വൽ കേസ് എങ്ങനെയാണ് പറയുന്നത്, ആക്ച്വൽ കർവ് എങ്ങനെയാണ്, ഈ കർവാണ് ആക്ച്വൽ കർവ്. കണ്ടോ, ഇതാണ് ആക്ച്വൽ കർവ്. ഐസെൻട്രോപ്പിക് കർവ് ഇതായിരുന്നു, ആക്ച്വൽ കർവ് ഇതാണ്. അപ്പോൾ ആക്ച്വൽ കർവിൻ്റെ എങ്ങനെയാണ് പറയുക, CP ഇൻറ്റു T2, ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്ട, ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കണ്ട, CP ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, CP ഇൻറ്റു T2 മൈനസ് T1. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ അത് സ്റ്റാറ്റിക് കണ്ടീഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും കുറച്ചുകൂടി ഹയർ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്താണ്, P01 ആണ്. P01 നിന്ന് P02ലേക്കാണ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നത്. P01 എന്ന് പറയുന്ന പ്രഷറിൽ നിന്നും P02 എന്ന് പറയുന്ന പ്രഷറിലേക്ക് കൊണ്ടുവരുന്നതാണ് സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ. അപ്പോൾ അവിടെയുള്ള ഐസെൻട്രോപ്പിക് കംപ്രഷൻ എങ്ങനെയാണ്, 01 to 02 ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, T01 നിന്നും T02 ഡാഷിലേക്ക് വരുന്നത്. അപ്പോൾ CP ഇൻറ്റു T02 ഡാഷ് മൈനസ് T01 ആണ് ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ. ആക്ച്വൽ വർക്ക് ഡൺ എന്ന് ഇങ്ങനെ പറയും. ആക്ച്വൽ വർക്ക് ഡണിൻ്റെ കർവ് ഏതാണ്, ഇതാണ്. സ്റ്റാഗ്നേഷൻ എടുക്കുകയാണെങ്കിൽ P01 നിന്ന് P02ലേക്ക് പോകുന്ന കർവ് ഇതാണ് ആക്ച്വൽ വർക്ക് ഡൺ. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ വർക്ക് ഡൺ എങ്ങനെ, CP ഇൻറ്റു T02 മൈനസ് CP ഇൻറ്റു T01. അതിൻ്റെ ആക്ച്വൽ വർക്ക് ഡൺ സ്റ്റാഗ്നേഷൻ. അപ്പോൾ കണ്ടീഷൻ കണ്ടോ, ഐസെൻട്രോപ്പിക്കിൽ CP ഇൻറ്റു T02 ഡാഷ് മൈനസ് T01. ആക്ച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് CP ഇൻറ്റു T02 മൈനസ് T01. ഇതാണ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. രണ്ടും സെയിം തന്നെയാണ്, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ തന്നെയാണ്, 2 ഇക്വേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ ഓഫ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ക്യാൻ ഓൾസോ ബി ഗിവൺ ബൈ ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് ടെമ്പറേച്ചർ റൈസ് ടു ദ ആക്ച്വൽ ടെമ്പറേച്ചർ റൈസ്. ഐസെൻട്രോപ്പിക് ടെമ്പറേച്ചർ റൈസിന് കാരണം രണ്ട് സൈഡിൽ നമുക്ക് എന്താണ് CP വന്നത്, CP 2 ക്യാൻസലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റേഷ്യോ ഓഫ് ടെമ്പറേച്ചേഴ്സ് എന്ന് കിട്ടത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ T02 ഡാഷ് മൈനസ് T01 ഡിവൈഡ് ബൈ T02 മൈനസ് T01. T02 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ഉള്ള കേസിലാണ്. ഇനി സ്റ്റാറ്റിക് കണ്ടീഷനിലാണെങ്കിൽ T2 ഡാഷ് മൈനസ് T1 ബൈ T2 മൈനസ് T1. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. ഒന്ന് സ്റ്റാറ്റിക് കണ്ടീഷനും ഒന്ന് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒന്ന് നോക്കുക. അതായത് നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനാണ് വീണ്ടും എടുത്തിരിക്കുന്നത്. 2 സെഷനിൽ നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ വെൻ ദ വർക്ക് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, Q0 ആണ്, വർക്ക് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം ആണ്. വർക്ക് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം ആകുമ്പോൾ വർക്ക് നെഗറ്റീവ് വരും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഈ രീതിയിൽ വരും. അപ്പോൾ വർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അവിടെ ഹീറ്റ് ഇല്ലാണ്ടാവും. Q is equal to 0. Q is equal to 0. Then QZ1 is equal to QZ2. ഡേറ്റ ഹെഡ് സെയിം തന്നെയാണ്. അപ്പോൾ Z1 is equal to Z2 ആയതുകൊണ്ട് അതിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഈ രീതിയിൽ വരും. താഴത്തെ എന്ത് നോക്കുക, സി പി ഇൻറ്റു T1 പ്ലസ് C1² / 2 ഇസിക്വൽ ടു സി പി ഇൻറ്റു T2 പ്ലസ് C2² / 2 മൈനസ് W. കാരണം എച്ചിന് നമുക്ക് എന്തെന്ന് എഴുതാം, സി പി ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ വർക്ക്. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് വർക്ക് വന്നു, W എങ്ങനെ വന്നു അത് മനസ്സിലായോ? നേരത്തെ നമ്മൾ W0 എടുത്തു, Q0 എടുത്തു. അതെന്തായിരുന്നു, അത് ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ ആണ്. അവിടെ നമുക്ക് എന്തില്ല, വർക്ക് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ല. ഇവിടെ നമ്മൾ ആക്ച്വൽ കേസാണ് പറയുന്നത്. ആക്ച്വൽ കേസ് പറയുന്നത് കൊണ്ട് ഇവിടെ വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്, വർക്ക് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം. ഓക്കെ, നമ്മൾ വർക്ക് കൂടുതൽ കൊടുക്കണ്ടേ, കാരണം അതിനകത്ത് ഫ്രിക്ഷൻ ലോസസ് വരുന്ന കാരണം നമ്മൾ കൂടുതൽ ഇൻറ്റേർണൽ എനർജി റൈസ് ഉണ്ടാകുന്നു, ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൂടുതൽ വർക്ക് കൊടുക്കണം, കൂടുതൽ വർക്ക് അങ്ങോട്ട് കൊടുക്കണം, സിസ്റ്റത്തിലേക്ക് കൊടുക്കണം. വർക്ക് ഈസ് ഗിവൺ ടു സിസ്റ്റം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ W വന്നത് കേട്ടോ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഇതുമായിട്ട് കൺഫ്യൂഷൻ. നേരത്തെ നമ്മൾ SFE ചെയ്തപ്പോൾ ഐസെൻട്രോപിക് കണ്ടീഷനാണ്, ദർ ഈസ് നോ വർക്ക് ട്രാൻസ്ഫർ ഓർ ഹീറ്റ് ട്രാൻസ്ഫർ. മനസ്സിലാവുന്നുണ്ടോ? ദർ ഈസ് നോ വർക്ക് ട്രാൻസ്ഫർ ഓർ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ പ്രീവിയസ് കേസ്. ദാറ്റ്സ് വൈ വി ഗോട്ട് ദാറ്റ് ഇക്വേഷൻ in that manner. But here we are having the work transfer because work is given to the system in order to overcome the frictional losses. This is the actual case. The actual case ആണ് പറയുന്നത്. Okay, don't get confused. This is actual case. അപ്പോൾ ഇതും ഇതിനകത്ത് കിട്ടുന്ന ഇക്വേഷൻ ആണ് സി പി ഇൻറ്റു T1 പ്ലസ് C1² / 2 ഈക്വൽ ടു സി പി ഇൻറ്റു T2 പ്ലസ് C2² / 2. നേരത്തെ ഇക്വേഷൻ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു -W കൂടി വരും, കാരണം വർക്ക് ഈസ് given to the system. ഓക്കെ, ദസ് സി പി. അപ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെ വരും ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് W കണ്ടുപിടിക്കാം. W ഈക്വൽ ടു എന്താണ്, സി പി ഇൻറ്റു T02 മൈനസ് സി പി ഇൻറ്റു T01. സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇതാണ് ഈ രീതിയിലാണ് വരുന്ന ഇക്വേഷൻ. നമ്മൾ സ്റ്റാറ്റിക് കണ്ടീഷൻ പറയുകയാണെങ്കിൽ സി പി ഇൻറ്റു T2 മൈനസ് T1 എന്ന് വന്നാണ്. അപ്പോൾ ഐസെൻട്രോപിക് വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ W ഈക്വൽ ടു സി പി ഇൻറ്റു T02 ഡാഷ് മൈനസ് T01 ആൻഡ് ആക്ച്വൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു T02 മൈനസ് T0. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് ഐസെൻട്രോപിക് വർക്ക് ഡൺ. ദെൻ ആക്ച്വൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ സി പി ഇൻറ്റു T02 മൈനസ് T01 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്തിട്ട് ഐസെൻട്രോപിക് എഫിഷ്യൻസിയിൽ ഇതാവും. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ ഓഫ് ഐസെൻട്രോപിക് എഫിഷ്യൻസി. ഇത് കറക്റ്റായിട്ട് ഒന്നുകൂടി നോക്കുക, കറക്റ്റായിട്ട് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫൊക്കെ വരയ്ക്കണം, ഈ ഡയഗ്രാം TS ഡയഗ്രാം വരയ്ക്കണം. TS ഡയഗ്രാം വരച്ച് പഠിക്കണം കറക്റ്റായിട്ട്. ഡെറിവേഷൻ ഒന്ന് നോക്കിക്കോളൂ, സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ്. ഓക്കെ, താങ്ക് യു.